ராக்கி வந்து சீசன் 6 பிக் பாஸ் மலையாளம்ல இப்போ ஃபுல்லாக கண்டஸ்டன்ட் டாப்பில் அவங்க இருந்தாங்க. ரொம்ப சந்தோஷம். அவங்க பெர்ஃபார்மன்ஸ் ரியலி வெரி வெரி கிரேட். ஆக்சுவலி அவங்க வந்து ப்ராப்பராகவும் நியாயமாகவும் அவங்களோட ஃபுல் கேம் அவங்க விளையாடினது எங்கள் எல்லாருக்கும் சந்தோஷம். எங்கள் எல்லாரையும் பெருமைப்படுத்திட்டாங்க. இந்த ஹோல் கேரளாவே அவங்க பார்த்து பெருமைப்படுது. இப்போ அவங்க வரப்போகிறாங்க. அவங்கள வரவேற்கிறதுக்காக நாங்கள் எல்லாம் வெயிட் பண்ணுறோம். we are all family and friends. we are waiting for Rasi Rocky. പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ വിഷമമായോ? சங்கடம் வந்துருச்சா? சீக்கிரம் இல்லை, சங்கடம்லாம் ஒன்றும் கிடையாது. இஸ் வெரி ஸ்ட்ராங் அண்ட் கான்ஃபிடென்ட் பர்சன். ஸோ அதனால் சங்கடம் எதுவும் கிடையாது. வெளியே வந்துட்டு அப்புறம் கூப்பிட்டுச்சு உங்களை? All in the game and life. He has played well. He has scored very well. He did his job very well. You think he did was right? I don't say it's right, but it's a development of a human being, right? He did a good show. He did a good show. We are all full of complete energy. What he have offered in the season of 15 days. Okay, പോകുന്നോടെ ഈ ഷോയിനെ എങ്ങനെ? It will go. I think It people will will go. know. People will know. I think The absence of Rocky will be there. We'll be seen. But it's a criminal offense, right? It's a physical assault. It's true. No, It's first, true. First is But he has apologized. He has apologized also. So that's why I think Rocky has been triggered. He has apologized and he has felt for it. It's not a motive thing. It's a temperament which he couldn't able to control. Thanks. Nice. എന്താണ് പറയേണ്ടത്? അല്ല, ഇത്ര നേരത്തെ 2 ആഴ്ച കഴിഞ്ഞ് തന്നെ ഇങ്ങനെ ഒരു പുറത്താക്കൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതാണോ? ഇനി അഥവാ പ്രതീക്ഷിച്ചിരുന്നല്ലോ. കാരണം നല്ലോണം കളിച്ച് നല്ല കണ്ടന്റ് കൊടുത്ത് കളിച്ചു വന്നുകൊണ്ടിരുന്നതാണ്. ഒരു പ്രാവശ്യം സെക്കൻഡിൽ തോന്നിപ്പോയൊരു അതിപ്പോൾ നമുക്കാണെങ്കിലും തോന്നുന്നതാണ്. പുള്ളി തുടലെന്ന് ഒരു 3 പ്രാവശ്യം പറഞ്ഞു. ഒന്നിപ്പഴിച്ച 3 അല്ല, അടുത്ത പ്രാവശ്യം അങ്ങനെ തുടലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറി ഇടിക്കാനുള്ളൊരു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പ്രവോക്ക് ചെയ്യുന്ന കൂടാതെ ഒരാൾ തുടലെന്ന് പറഞ്ഞാൽ തുടരുതെന്ന് തന്നെയാണ് അറിയാർത്ഥം. അതും ഫിസിക്കൽ അസോൾട്ടായിട്ട് തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിന്റെ നീതിയിലൊരു തെറ്റായിട്ട് തോന്നുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല ബ്രോ. അതിനകത്ത് കുറേ റൂൾസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ കണ്ണിൽ പുള്ളി തൊട്ടിട്ടേ ഉള്ളെന്നാണ് പറയുന്നത്. പക്ഷെ തുടരെന്ന് പറഞ്ഞിട്ട് തൊട്ടു, അതാണ് പുള്ളി അടിച്ചത്. പുള്ളി എന്താണോ അതാണ് പുള്ളി അതിനകത്ത് കാണിച്ചേക്കുന്നത്. പുള്ളി അതിനകത്തൊരു ഫേക്ക് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ക്യാരക്ടർ പിടിച്ച് കളിക്കാനോ ഇതുവരെ പോയിട്ടില്ല. പുള്ളി നെഞ്ചു വിരിച്ച് പോയി. പുള്ളി നെഞ്ചു വിരിച്ചാണ് തിരിച്ചു വരുന്നത്. ആ കാര്യത്തിൽ പുള്ളി ഇപ്പം 100 ദിവസം നിൽക്കേണ്ട കണ്ടന്റ് പുള്ളി ഓൾറെഡി അതിനകത്ത് കൊടുത്തു കഴിഞ്ഞു. എന്നാലും റോക്കി ട്രോളുന്നുണ്ട്. ഇപ്പോൾ കൺഫ്യൂഷൻ റൂമിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ട്രോള് വരും. പുള്ളി കരഞ്ഞത് നല്ലൊരു മനസ്സുള്ളതുകൊണ്ടല്ലേ പുള്ളി കരഞ്ഞത്. നമ്മൾ കാണാതെ പോകുന്നത് പുള്ളിക്ക് നല്ലൊരു മനസ്സുള്ളതുകൊണ്ടാണ് പുള്ളി കരഞ്ഞത്. പുള്ളി ചെയ്ത തെറ്റ് അപ്പം തന്നെ ഏറ്റു പറയുകയും ചെയ്തില്ലേ. അല്ലാതെ ന്യായീകരിക്കാനല്ലോ പുള്ളി ഏറ്റു പറഞ്ഞിട്ടും പുറത്താക്കിയത് ശരിയായിട്ടും അത് ബിഗ് ബോസിൻ്റെ കാര്യമല്ല. അപ്പോൾ നമുക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രേക്ഷകരുടെ രീതിയിൽ കണ്ടിട്ടുണ്ട്. അത് തെറ്റായിട്ടാണ് തോന്നിയത്. ഒരു ചാൻസ് കൂടെ കൊടുക്കും.